അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽമുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വസ്സലാത്തു വസ്സലാമു അത്തമ്മാനിൽ അക്മലാനി അലാ ഖൈരി ഖൽഖില്ലാഹി അജ്മഈൻ വബഅദ്. ഖാലൽ മുസന്നിഫു അബൂ ജഅഫർ അത്ത്-തഹാവി റഹ്മത്തുള്ളാഹി അലൈഹി വശഫാഅത്തു അല്ലതി ഇദ്ദഖറഹാ ലഹും ഹഖ്ഖുൻ കമാ റുവിയ ഫിൽ അഖ്ബാർ. ബഹുമാന്യരായ സഹോദരിമാരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കഴിഞ്ഞ ദർസുകളിൽ നമ്മൾ പഠിക്കേണ്ടായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആദരിച്ചുകൊണ്ട് അള്ളാഹു നൽകിയ ഇസ്രായിനെയും മേറാജിനെ സംബന്ധിച്ചും അതിനുശേഷം മഹ്ശറയിലും സ്വർഗ്ഗത്തിലും അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകുന്ന ഹൗദുൽ കൗസറിനെ സംബന്ധിച്ചും നെഹറുൽ കൗസറിനെ സംബന്ധിച്ചുമൊക്കെയായിരുന്നു. ഇന്ന് പഠിക്കാൻ പോകുന്നത് അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകിയിട്ടുള്ള പ്രത്യേകതയായ ശഫാഅത്തിനെ സംബന്ധിച്ചാണ്. മറ്റൊരാൾക്ക് വേണ്ടി കാര്യങ്ങൾ ഉടമപ്പെടുത്തുന്ന ഭരണാധികാരിയുടെയോ ഉയർന്ന സ്ഥാനങ്ങളിലിരിക്കുന്നവരുടെയോ അടുക്കൽ ചെന്ന് മറ്റൊരാൾക്ക് വേണ്ടി നന്മ ചോദിക്കുന്നതിനാണ് ശഫാഅത്ത് എന്ന് ഭാഷാപരമായി പറയുക. ഭൂമിയിലുള്ള ശഫാഅത്ത് നമ്മൾക്ക് പരിചയമുണ്ട്. ഭരണാധികാരികളുടെ അടുക്കൽ അയാൾക്ക് പരിചയമില്ലാത്ത ഒരാൾക്ക് വേണ്ടി ഭരണാധികാരികളുടെ അടുക്കൽ സ്വാധീനമുള്ള ആളുകൾ ശഫാഅത്ത് പറയാറുണ്ട്, റെക്കമെൻഡ് ചെയ്യാറുണ്ട്. അവർ സ്വീകരിക്കുകയോ തള്ളുകയോ കൊള്ളുകയോ ചെയ്തേക്കാം. അങ്ങനെ ശഫാഅത്ത് ചെയ്യുവാനുള്ള കാരണം ആവശ്യക്കാരൻ്റെ ആവശ്യം ഭരണാധികാരിക്ക് അറിയാത്തത് കൊണ്ടാണ്. ഒരുപക്ഷെ അറിഞ്ഞേക്കാം, എന്നാലും ഭരണാധികാരി നൽകിക്കൊള്ളണമെന്നില്ല. കാരണം അയാൾക്ക് ആവശ്യക്കാരൻ്റെ തിടുക്കത്തിനെ സംബന്ധിച്ച് അറിവില്ലാത്തതോ അയാളോട് കാരുണ്യമില്ലാത്തതോ ഒക്കെ ആയിരിക്കാം കാരണം. അതുകൊണ്ടാണ് ശഫാഅത്ത് റെക്കമെൻഡ് ആവശ്യമായി വരുന്നത്. എന്നാൽ മഹ്ശറയിലുള്ള പരലോകത്തുള്ള ശഫാഅത്ത് ഈ രൂപത്തിലല്ല. കാരണം അള്ളാഹുവിന് അറിയാത്തത് കൊണ്ടല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏതെങ്കിലും ഒരു മുഅ്മിനിന് വേണ്ടി ശഫാഅത്ത് ചെയ്യുന്നത്. രണ്ടാമത്തേത്, അള്ളാഹുവിനേക്കാൾ കാരുണ്യവും റഹ്മത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കോ മറ്റേതെങ്കിലും അമ്പിയാക്കൾക്കോ ഉള്ളത് കൊണ്ടല്ല അവർ സത്യവിശ്വാസികൾക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യുന്നത്. മറിച്ച് അള്ളാഹു അവർക്ക് നൽകുന്ന ഒരു സ്ഥാനമാണ് ശഫാഅത്ത് എന്ന് പറയുന്നത്. ഇതാണ് ഭൂമിയിലെ ശഫാഅത്തും അള്ളാഹുവിൻ്റെ അടുക്കലുള്ള ശഫാഅത്തും തമ്മിലുള്ള വ്യത്യാസം. ശഫാഅത്തിനെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആനിൽ നിരവധി ആയത്തുകൾ പ്രതിപാദിച്ചിട്ടുണ്ട്. ഖുർആനിൽ അള്ളാഹു പറയുന്നത് വത്തഖൂ യൗമൻ ലാ തജ്സി നഫ്സുൻ അൻ നഫ്സിൻ ഷൈഅ വലാ യുഖ്ബലു മിൻഹാ ശഫാഅത്തുൻ വലാ യുഖദു മിൻഹാ അദ്ലുൻ വലാ ഹും യുൻസറൂൻ. ഖിയാമത്ത് നാളിൻ്റെ പ്രത്യേകതയായി പറയുകയാണ്, നിങ്ങളൊരു ദിവസത്തെ സൂക്ഷിക്കണം. അന്ന് ഒരാൾക്കും മറ്റൊരാൾക്ക് ഒന്നും ചെയ്യാൻ സാധ്യമല്ല. വലാ യുഖ്ബലു മിൻഹാ ശഫാഅത്തുൻ, അന്ന് ഒരാളുടെയും ശുപാർശയും സ്വീകരിക്കുകയില്ല. വലാ യുഖദു മിൻഹാ അദ്ലുൻ, കുറ്റവാളികളിൽ നിന്ന് യാതൊരു പരിഹാരവും അന്ന് സ്വീകരിക്കുകയില്ല. വലാഹും യുൻസറൂൻ, അവർ സഹായിക്കപ്പെടുകയുമില്ല. ഇവിടെ വലാ യുഖ്ബലു മിൻഹാ ശഫാഅ തീർത്തു പറഞ്ഞിരിക്കുകയാണ് പരലോകത്ത് ശഫാഅത്തില്ല എന്ന കാര്യം. മറ്റൊരായത്തിൽ അള്ളാഹു പറഞ്ഞത് യാ അയ്യുഹല്ലദീന ആമനു അൻഫിഖൂ മിമ്മാ റസഖനാകും മിൻ ഖബ്ലി അൻ യഅതിയ യൗമുൻ ലാ ബൈഉൻ ഫീഹി വലാ ഖുല്ല. അന്ത്യനാളിനെ സംബന്ധിച്ച് അള്ളാഹു പറയുകയാണ്, വിശ്വാസികളെ നിങ്ങൾ ചെലവഴിക്കുക, നിങ്ങൾക്ക് അള്ളാഹു നൽകിയതിൽ നിന്ന് ഒരു ദിവസം വരുന്നതിന് മുമ്പായിട്ടായിരിക്കണം ആ ചെലവിടൽ. അന്ന് ലാ ബൈഉൻ ഫീഹി വലാ ഖുല്ല, അന്ന് ഉറ്റമിത്രങ്ങളോ കച്ചവടമോ അവിടെ ഇല്ല. വലാ ശഫാഅ, ശുപാർശയുമില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഈ ആയത്തുകളിലൊക്കെ അള്ളാഹു പരലോകത്ത് ശഫാഅത്തില്ല എന്ന് തീർത്തു പറഞ്ഞിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ശഫാഅത്തില്ല എന്ന് പറഞ്ഞത് ജാഹിലിയ കാലത്തെ ആളുകൾ മനസ്സിലാക്കിയ രൂപത്തിലുള്ള ശഫാഅത്ത് ഇല്ല എന്നതാണ്. അതല്ലെങ്കിൽ ശഫാഅത്തുള്ളതായി അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ആയത്തുൽ കുർസിയിൽ അള്ളാഹു പറയുന്നത് മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നി, ആരാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ ശുപാർശ ചെയ്യുന്നവൻ? ഇല്ലാ ബിഇദ്നി, അവൻ്റെ അനുവാദം ലഭിക്കുന്നതിന് മുമ്പ്. അപ്പോൾ അള്ളാഹുവിൻ്റെ അനുമതി ലഭിച്ചാൽ ശഫാഅത്തുണ്ട് എന്ന് ഈ ആയത്തിൽ വ്യക്തമാണ്. അതേപോലെ മാമിൻ ഷഫീൻ ഇല്ലാ മിൻ ബഅദി ഇദ്നിഹി, അന്ന് ഒരു ശുപാർശയുമില്ല, ശുപാർശകനുമില്ല അള്ളാഹുവിൻ്റെ അനുമതിക്ക് മുമ്പ്. അപ്പോൾ അനുമതി ലഭിച്ചാൽ ശുപാർശ ചെയ്യാം. വഖാലു ഇത്തഖദർ റഹ്മാനു വലദ സുബ്ഹാനഹു ബൽ ഇബാദും മുക്റമൂൻ, അവർ പറഞ്ഞത് അള്ളാഹു സന്താനത്തെ സ്വീകരിച്ചിരിക്കുന്നു എന്നാണ്. യഥാർത്ഥത്തിൽ അവർ അള്ളാഹുവിൻ്റെ മാന്യന്മാരായ ദാസന്മാരാണ്. മലായിക്കത്തുകളെ സംബന്ധിച്ച് പറഞ്ഞതാണ് ലാ യസ്ബിഖൂനഹു ബിൽ ഖൗലി വഹും ബി അംരിഹി യഅമലൂൻ യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും വലാ യശ്ഫഊന, ആ മലക്കുകളൊന്നും ഒരു ശുപാർശയും പറയുകയില്ല. ഇല്ലാ ലിമൻ ഇർത്തള, അള്ളാഹു ഇഷ്ടപ്പെടുന്നവർക്കൊഴികെ. വഹും മിൻ ഖശ്യതിഹി മുശ്ഫിഖൂൻ, അള്ളാഹുവിനെ ഭയപ്പെട്ട് കഴിച്ചുകൂടുന്നവരാണ് മലായിക്കത്തുകൾ എന്ന് പറഞ്ഞിരിക്കാൻ. അപ്പോൾ വലാ യശ്ഫഊന ഇല്ലാ ലിമൻ ഇർത്തള, അവർ ശഫാഅത്ത് ചെയ്യുന്നില്ല എന്നല്ല പറഞ്ഞത്, മറിച്ച് അള്ളാഹു ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രമേ അവർ ശഫാഅത്ത് ചെയ്യുകയുള്ളൂ എന്ന കാര്യം സ്ഥാപിച്ചിരിക്കുകയാണ്. ഇതിൽ നിന്നും ശരിയായ രൂപത്തിൽ
ഇസ്ലാം പഠിപ്പിച്ച രൂപത്തിലുള്ള ശഫായത്തുണ്ട്. എന്നാൽ അവിശ്വാസികൾ മനസ്സിലാക്കിയ രൂപത്തിലുള്ള ശഫായത്തില്ല എന്നതാണ് അഹ്ലുസുന്നയുടെ വിശ്വാസം. ശരിയായ ശഫായത്ത്, അതുകൊണ്ട് തന്നെ എന്താണ് ശരിയായ ശഫായത്ത്, എന്താണ് തെറ്റായ ശഫായത്ത്, എന്താണ് ഭൂമിയിലെ ശഫായത്തും പരലോകത്തെ ശഫായത്തും തമ്മിലുള്ള വ്യത്യാസം എന്നിത്യാദി കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കൽ നിർബന്ധമാണ്. ഒന്നാമതായി ശഫായത്ത് സ്വീകരിക്കപ്പെടണമെങ്കിൽ പരലോകത്ത് ശഫായത്ത് സ്വീകരിക്കപ്പെടണമെങ്കിൽ 3-4 നിബന്ധനകളുള്ളതായി പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. ഒന്നാമത്തേത് അള്ളാഹു അനുമതി നൽകുന്ന അവൻ്റെ ഇഷ്ടദാസന്മാർക്ക് മാത്രമായിരിക്കും ഷഫായത്ത്. മലക്കുകളെ സംബന്ധിച്ച് പറഞ്ഞല്ലോ, വലാ യംലികുല്ലദീന യദ്ഊന മിൻ ദൂനിഹി ശഫാഅ ഇല്ലാ മൻ ഷഹിദ ബിൽ ഹഖ് വഹും യഅലമൂൻ. അവർ പ്രാർത്ഥിക്കുന്നവർക്കൊന്നും ഷഫായത്തിന് അധികാരമില്ല. ഇല്ലാ മൻ ഷഹിദ ബിൽ ഹഖ്, സത്യത്തിന് സാക്ഷികളായവർക്കൊഴികെ, വഹും യഅലമൂൻ, അവരറിവുള്ളവരാണ്. മലക്കുകളാവട്ടെ പ്രവാചകന്മാരാവട്ടെ അങ്ങനെയുള്ള ആളുകൾക്ക് മാത്രമാണ് അവിടെ ശഫായത്തുള്ളത്. വിഗ്രഹങ്ങൾക്കോ പ്രതിഷ്ഠകൾക്കോ അതല്ലെങ്കിൽ അവിശ്വാസികൾ പ്രചരിപ്പിക്കുന്ന രൂപത്തിലുള്ള ശഫായത്തോ അവിടെ ഇല്ല എന്ന് ഈ ആയത്തിലൂടെ വ്യക്തമാക്കിയിരിക്കുകയാണ്. രണ്ടാമത്തേത്, ശഫായത്ത് നൽകപ്പെടുന്നത് ആർക്കാണ്? അവൻ വിശ്വാസം ഉൾക്കൊണ്ടവനായിരിക്കണം. അള്ളാഹു പറയുന്നത്, വമാ ലിദ്ദാലിമീന മിൻ ഹമീമിൻ വലാ ഷഫീഇൻ യുതാ. ശിർക്ക് ചെയ്ത് കുഫർ ചെയ്ത് അക്രമികളായി മാറിയ ആളുകൾക്ക് ഉറ്റ കൂട്ടുകാരോ ശുപാർശ പറയുന്നവനോ ഉണ്ടായിരിക്കുകയില്ല എന്നാണ്. അപ്പോൾ ശിർക്ക് ചെയ്ത് മരണപ്പെട്ട ആളുകൾക്ക് ശഫായത്ത് ലഭിക്കില്ല. ഒന്നാമത്തെ ഷർത്ത്, അള്ളാഹു ഇഷ്ടപ്പെട്ട ആളുകൾക്കേ ശഫായത്ത് ചെയ്യാനുള്ള അധികാരമുള്ളൂ. രണ്ടാമത്തേത്, ശിർക്ക് ചെയ്ത് മരണപ്പെട്ടു പോയ ആളുകൾക്ക് വേണ്ടി ശഫായത്ത് പറയാൻ അനുമതി ലഭിക്കുകയില്ല. മൂന്നാമത്തേത്, അള്ളാഹുവിൻ്റെ അനുവാദം ലഭിച്ചതിന് ശേഷം മാത്രമേ ശഫായത്ത് ചെയ്യാൻ പറ്റുകയുള്ളൂ. മന്ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നി. അള്ളാഹുവിൻ്റെ അനുമതിക്ക് മുമ്പ് അവൻ്റെ അടുക്കൽ ശുപാർശ പറയാൻ ധൈര്യമുള്ളവൻ ആരുണ്ട് എന്ന് അള്ളാഹു തആല ചോദിച്ചിരിക്കുകയാണ്. വകം മിൻ മലക്കിൻ ഫിസ് സമാവാത്ത്. ആകാശങ്ങളിൽ എത്രയെത്ര മലക്കുകളുണ്ട്. ലാ തുഗ്നി ശഫാഅത്തുഹും ഷൈആ. അവരുടെ ഒന്നും ശുപാർശ കൊണ്ടൊരു പ്രയോജനമില്ല. ഇല്ലാ മിൻ ബഅദി അൻ യഅ്ദന അല്ലാഹു ലിമൻ യശാഉ വയർള. അള്ളാഹു ഉദ്ദേശിക്കുകയും അവൻ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നവർക്ക് മാത്രമാണ് ആ ശഫായത്ത് ഉണ്ടായിരിക്കുക. അപ്പോൾ അവിശ്വാസികൾ മനസ്സിലാക്കിയിരുന്ന രൂപത്തിലുള്ള ശഫായത്തിൽ നിന്ന് വ്യത്യസ്തമാണിത്. ശഫായത്ത് നൽകുന്ന വ്യക്തിക്ക് അള്ളാഹു അനുവാദം നൽകിയിരിക്കണം, അയാൾ അള്ളാഹു ഇഷ്ടപ്പെട്ടിരിക്കണം. ശഫായത്ത് നൽകപ്പെടുന്ന ആർക്ക് വേണ്ടിയാണോ ശഫായത്ത് ചോദിക്കുന്നത്, ആ ചോദിക്കപ്പെടുന്ന വ്യക്തി അള്ളാഹു ഇഷ്ടപ്പെടുകയും അള്ളാഹുവിന് അനുമതി ലഭിക്കുകയും ചെയ്ത വ്യക്തിയായിരിക്കണം. എന്നാൽ അവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. ശിർക്ക് ചെയ്യുന്ന ആളുകൾക്കും അങ്ങനെയല്ല. അള്ളാഹു ഇഷ്ടപ്പെടുന്ന കർമ്മങ്ങൾ ചെയ്യാതെ ഫാസിക്കികളും മുജ്രീമികളുമായി ജീവിച്ചതിന് ശേഷം അള്ളാഹുവിൻ്റെ അമ്പിയാക്കളെയോ ഔലിയാക്കളെയോ പിടിച്ച് അള്ളാഹുവിനെ കീഴ്പ്പെടുത്താനുള്ള ശ്രമമാണ് അവർ ശഫായത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അള്ളാഹുവിൻ്റെ കൽപ്പനകൾ ലംഘിച്ചുകൊണ്ട് അള്ളാഹുവിനെ ധിക്കരിച്ച് ഭൂമിയിൽ ജീവിച്ച ശേഷം പിന്നീട് ചൂടുപേരുത്താറമ്മൽ ഞാൻ നിൽക്കുന്നാൽ മൂപ്പര് മുഹിയദ്ദീൻ കാവേരി രേഖല്ലാ. കണ്ടോ, കുറ്റമൊക്കെ ചെയ്തിട്ട് അള്ളാഹിനോട് പറയാണ് മദീശക്കിൻ്റെ കാവൽ കെട്ട് മേടിച്ചു തരണമെന്നുള്ളത്. ഇവിടെ ഇപ്പോൾ ആർക്കാ ശുഭായത്ത് എന്നുള്ളതിനെ തർക്ക. ഏതൊക്കെ അക്രമങ്ങൾ പ്രവർത്തിച്ചാലും ഏതെങ്കിലും ഒരു തരീക്കത്തിൽ മെമ്പർഷിപ്പ് എടുത്താൽ അതിൻ്റെ മുറബിയായ ഷെയ്ഖ്, അവരുടെയൊക്കെ വലിയ ഷെയ്ഖ് ശുപാർശ ചെയ്ത് സ്വർഗത്തിലേക്ക് എത്തിക്കുമെന്നാണ്. ഖബറിൽ ചെന്നാൽ ജീലാനിൻ്റെ തരീക്കത്തിൽ ആൾക്കാർക്ക് ചോദ്യമല്ല, മഹ്ശറിൽ ചെന്നാൽ അവരെ പ്രത്യേകം മാറ്റി നിർത്തും, അവർക്ക് പ്രയാസങ്ങളില്ല എന്നൊക്കെയാണ് അവർ വിശ്വസിച്ച് വരുന്നത്. ഈ രൂപത്തിൽ തന്നെയാണ് മക്കയിലുണ്ടായിരുന്ന ജാഹിലിയ കാലത്തെ അറബികളും വിശ്വസിച്ചിരുന്നത്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ള ശഫായത്ത് എന്താണ്? ഒന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹു നൽകുന്നു എന്ന് പറയുന്നത് ശഫാഅത്തുൽ ഉദമാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ലികുല്ലി നബിയിൻ ദഅവത്തുൻ മുസ്തജാബ. എല്ലാ അമ്പിയാക്കൾക്കും ഉത്തരം നൽകപ്പെടുന്ന ഒരു പ്രാർത്ഥനയുണ്ടായിരുന്നു. ഇസ്തഅജലു ബിഹാ. അവരത് ദുനിയാവിൽ വെച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞുപോയി. ഓരോ പ്രവാചകനും അങ്ങനെ പ്രാർത്ഥിക്കുകയും അവർക്ക് ഉത്തരം ലഭിക്കുകയും ചെയ്തു. എന്നാൽ എനിക്കുള്ള പ്രാർത്ഥന വഇന്നി ഇഖ്തബഅതു ദഅവതി ശഫാഅത്തൻ ലി ഉമ്മത്തി യൗമൽ ഖിയാമ. എനിക്കും അള്ളാഹു അങ്ങനെ ഉത്തരം നൽകാമെന്ന് ഏറ്റ ഒരു പ്രാർത്ഥനയുണ്ടായിരുന്നു. ഞാനത് ഭൂമിയിൽ വെച്ച് പ്രാർത്ഥിച്ചിട്ടില്ല. ഇഖ്തബഅതുഹാ,
ഞാനത് ഭൂമിയിൽ വെച്ച് പ്രാർത്ഥിച്ചിട്ടില്ല, മറിച്ച് എൻ്റെ ഉമ്മത്തിന് ഖിയാമത്ത് നാളിൽ ചോദിക്കാൻ വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്താണ് ആ ഷഫായത്ത്? ഒന്നാമതായി അഷ്ഷഫായത്തുൽ ഉദുമ എന്ന പേരിൽ ഹദീസ് ഗ്രന്ഥങ്ങളിൽ പ്രസിദ്ധമായ മഹ്ശറ വൻസഭയിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്യുന്ന ഷഫായത്ത് അത് മുഴുവൻ ആളുകൾക്കും ലഭിക്കും. മഹ്ശറയിൽ നിൽക്കുന്ന മുഴുവൻ സൃഷ്ടിജാലങ്ങൾക്കും ലഭിക്കുന്ന ഷഫായത്താണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് മുതവാത്തിറായി ഉദ്ധരിക്കപ്പെടുന്ന ഹദീസിൽ നമുക്ക് കാണാൻ പറ്റും. ഇമാം ബുഖാരിയും മുസ്ലിമും മറ്റ് സഹീഹുകളിലും മുസ്നദുകളിലും മുഅ്ജമുകളിലും എല്ലാം ഉദ്ധരിക്കപ്പെട്ട പ്രസിദ്ധമായ ഹദീസാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്നും മറ്റ് സഹാബിമാരിൽ നിന്നൊക്കെ ഉദ്ധരിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ഒരിക്കൽ ഒരു ആടിൻ്റെ മാംസം കൊണ്ടുവരപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആടിനെ കൊണ്ടുവരപ്പെട്ടാൽ സാധാരണയായി ഇഷ്ടത്തോടു കൂടി ഭക്ഷിക്കാറുള്ളത് അതിൻ്റെ കൈപ്പത്തിയുടെയും കൈമുട്ടിൻ്റെയും ഇടയിലുള്ള ഭാഗമാണ്, തിറായ എന്ന് പറയുന്നത്. അത് കടിച്ചു വലിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി, അന സയ്യിദുന്നാസി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ഞാൻ മനുഷ്യന്മാരുടെ നേതാവാണ്. വഹൽ തദറൂന മിമ്മ ദാലിക്, എന്തുകൊണ്ടാണത് എന്ന് നിങ്ങൾക്കറിയാമോ? എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിക്കുകയാണ്, യജ്മഉല്ലാഹുൽ അവ്വലീന വൽ ആഖിരീന ഫീ സഈദിൻ വാഹിദിൻ, ആദ്യം മുതൽ അന്ത്യം വരെ ജീവിച്ച മുഴുവൻ മനുഷ്യരാശിയെയും അള്ളാഹു ഒരു മൈതാനത്ത് ഒരുമിച്ച് കൂട്ടും. എന്നിട്ട് അവിടെ വെച്ച് ഫയബ്ലുഗുന്നാസു മിനൽ ഗമ്മി വൽ കർബി മാ ലാ യുതീഖൂന വലാ യഹ്തമിലൂൻ, മനുഷ്യന്മാർക്ക് താങ്ങാൻ പറ്റാത്ത വിധം പ്രയാസത്തിലും ദുരിതത്തിലുമായിരിക്കും അവർ ആ സമയത്തുണ്ടായിരിക്കുക. അങ്ങനെ അവർ ഏറെ ദീർഘമായി അങ്ങനെ ആ മഹ്ശറ വൻസഭയിൽ ഏറെ നേരം നിന്ന് ക്ഷീണിച്ച കാരണത്താൽ മനുഷ്യന്മാർ പരസ്പരം ചോദിക്കും, നമ്മളിപ്പോഴുള്ള ദുരിതം നിങ്ങൾ കാണുന്നില്ലേ? ഇതിനൊരു പരിഹാരം ആവശ്യമില്ലേ? നമ്മൾക്ക് ആരോടെങ്കിലും അള്ളാഹുവിൻ്റെ അടുക്കൽ ശുപാർശ പറയാൻ ആവശ്യപ്പെടാം എന്ന് പറഞ്ഞുകൊണ്ടവർ മനുഷ്യപിതാവായ ആദം നബി അലൈഹി ഇസ്ലാമിനെ സമീപിക്കുകയും ആദം നബിയോട് പറയുകയും ചെയ്യും, അല്ലയോ അബൂന, ഞങ്ങളുടെ പിതാവേ, അൻത അബുൽ ബഷർ, നിങ്ങളാണ് മനുഷ്യന്മാരുടെ പിതാവ്. വനഫഖ ഫീക മിൻ റൂഹിഹി, അവൻ്റെ ആത്മാവിൽ നിന്ന് നിങ്ങളിൽ ഊതുകയും ചെയ്തു. വഅമറൽ മലായികത ഫസജദൂ ലക, മലായിക്കത്തുകൾ നിങ്ങൾക്ക് സുജൂദ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ അടുക്കൽ ഈ ദുരിതത്തിൽ നിന്ന് ഞങ്ങളെ നീക്കുവാൻ, അതുകൊണ്ട് സർവ്വലോക രക്ഷിതാവിൻ്റെ മുമ്പിൽ നിങ്ങൾ ചെന്ന് ഈ ദുരിതത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തുവാൻ അപേക്ഷിക്കുക എന്ന് പറയുമ്പോൾ ആദം നബി അലൈഹി ഇസ്ലാമിൻ്റെ മറുപടി, ഇന്ന റബ്ബി ഖദ് ഗളിബൽ യൗമ ഗളബൻ ലം യഗ്ളബ് ഖബ്ലഹു മിസ്ലഹു വലൻ യഗ്ളബ ബഅദഹു മിസ്ലഹു, എൻ്റെ നാഥൻ ഇന്ന് ഒരു കോപം കോപിച്ചിരിക്കുകയാണ്, ഇതിനു മുമ്പ് അങ്ങനെ ഒരു കോപം അള്ളാഹു കോപിച്ചിട്ടില്ല, ഇനി അങ്ങനെ ഒരു കോപം അള്ളാഹു കോപിക്കുകയുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആദം നബി അലൈഹി സ്വലാം പറയുകയാണ്, എനിക്ക് സംസാരിക്കാൻ സാധ്യമല്ല. അള്ളാഹു സ്വർഗത്തിൽ വെച്ച് എന്നോട് ഭക്ഷിക്കരുത് എന്ന് പറഞ്ഞ മരത്തിൽ നിന്ന് ഞാൻ ഭക്ഷിച്ചുപോയി. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ അടുക്കൽ നിങ്ങൾക്ക് വേണ്ടി ശുപാർശ ചെയ്യാൻ എനിക്ക് ഭയമാണ്. നിങ്ങൾ നൂഹ് നബി അലൈഹി സ്വലാമിനെ സമീപിക്കുക. അങ്ങനെ ജനങ്ങളൊന്നായി നൂഹ് നബി അലൈഹി സ്വലാമിനെ സമീപിക്കും. നൂഹ് നബി അലൈഹി സ്വലാമിനോട് നിങ്ങൾ ഭൂമിയിലേക്ക് അള്ളാഹു നിയോഗിച്ച ഒന്നാമത്തെ പ്രവാചകനാണെന്ന കാര്യം പറയും. അള്ളാഹുവിൻ്റെ അടുക്കൽ നിങ്ങൾ നമുക്ക് വേണ്ടി ശഫായത്ത് ചോദിക്കണം എന്ന് പറയുമ്പോൾ നൂഹ് നബി അലൈഹി സ്വലാം പറയുന്നത്, അപ്പോൾ നൂഹ് നബി അലൈഹി സ്വലാം പറയുന്നത്, ആദം നബി അലൈഹി സ്വലാമിനെ പോലെ അള്ളാഹു ഇന്ന് ഒരു കോപം കോപിച്ചിട്ടുണ്ട് എന്ന് പറയുകയും നിങ്ങൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ സമീപിക്കുക എന്ന് പറയുകയും ചെയ്യും. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ സമീപിച്ചുകൊണ്ട് ആളുകൾ ശഫായത്ത് പറയാൻ ആവശ്യപ്പെടുമ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറയുന്നത് ആദം നബി അലൈഹി സ്വലാമിനെ പോലെ തന്നെ, നഫ്സി നഫ്സി, എനിക്ക് സാധ്യമല്ല, ഞാൻ ഭൂമിയിൽ വെച്ച് 3 കളവുകൾ പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ കാര്യത്തിൽ അള്ളാഹു എന്നെ ശിക്ഷിക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്നാണ്. സഹീഹുൽ ബുഖാരിയിൽ വന്നതുപോലെ അദ്ദേഹം കളവ് പറഞ്ഞു എന്നതല്ല, കദിബ അല്ലെങ്കിൽ കദവ എന്ന് പറഞ്ഞാൽ കളവ് എന്നുള്ളതിനും പറയും, അതേപോലെ അവാസ്തവമായ കാര്യങ്ങൾ പറയുന്നതിനും പറയാറുണ്ട്. തെറ്റായ കാര്യങ്ങൾ പറയുന്നതിനും മനഃപൂർവ്വം പറഞ്ഞാൽ അതിന് കളവ് എന്ന് പറയാറുണ്ട്. യഥാർത്ഥത്തിൽ അത് കളവായിട്ടില്ലെങ്കിലും എന്താണ് ആ കളവ്? സഹീഹുൽ ബുഖാരിയിൽ വന്നതുപോലെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഉത്സവത്തിന് പോകാതെ മാറി നിന്നു, എന്നിട്ട് വിഗ്രഹങ്ങളെ തല്ലിയുടച്ചു. ആ കൂട്ടത്തിലെ വലിയ വിഗ്രഹത്തിൻ്റെ കഴുത്തിൽ മഴു ചാർത്തുകയും ചെയ്തു. ആളുകൾ ഉത്സവം കഴിഞ്ഞ് മടങ്ങി വന്നു. അവർ ചോദിച്ചു, ഖാലു മൻ ഫഅല ഹാദാ ബി ആലിഹത്തിനായ ഇബ്രാഹിം, നമ്മളുടെ വിഗ്രഹങ്ങളെയൊക്കെ ആരാണ് തച്ചുടച്ചത് എന്നവർ ചോദിച്ചു എന്നാണ്. ഉത്സവത്തിന് പോയിരുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഇന്നി സഖീം, എനിക്ക് അസുഖമാണ്, ഞാൻ വരുന്നില്ല എന്നാണ്. എന്നാൽ അദ്ദേഹം ഈ വേല ചെയ്തതിന് ശേഷം അവർ മടങ്ങി വന്നപ്പോൾ അവർ ചോദിക്കുകയാണ്, ആരാണ് ഞങ്ങളുടെ വിഗ്രഹങ്ങളെ തല്ലിയുടച്ചത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഖാല ബൽ ഫഅലഹു കബീറുഹും, അവരുടെ കൂട്ടത്തിലെ വലിയവനാണ് അവരൊക്കെ തച്ചുടച്ചത്. ഫസ്അലൂഹു ഇൻ കാനൂ യൻതിഖൂൻ, അതുകൊണ്ട് ചോദിച്ചു നോക്കുക അവരോട്. അതുകൊണ്ട്
നിങ്ങളുടെ വിഗ്രഹങ്ങളോടും ആ വലിയവരോടും ചോദിച്ചു നോക്കുക ആരാണ് തല്ലിപ്പൊട്ടിച്ചത് എന്നത്. അവരെ ആക്ഷേപിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. യഥാർത്ഥത്തിൽ അദ്ദേഹമാണ് തല്ലിയുടച്ചത്. അവർ മനസ്സിലാക്കാൻ വേണ്ടി അവർ പറഞ്ഞു ലഖദ് അലിംത മാ ഹൗലായി യൻതിഖൂൻ, ഇവർക്കൊന്നും സംസാരിക്കാൻ കഴിയില്ല എന്നുള്ളത് നിനക്കറിയില്ലേ എന്നവർ തിരിച്ചു ചോദിച്ചു എന്നാണ്. ആ ഉത്തരം കിട്ടാൻ വേണ്ടി അദ്ദേഹം യുക്തിപരമായി സമീപിച്ചതാണ്. പക്ഷേ അദ്ദേഹം അതൊരു കളവായി കാണുകയാണ്. മൂന്നാമത്തേത് ഹദീസിൽ വന്നത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമും സാറയും ഫറോവയുടെ പിടുത്തത്തിലായി. ഫറോവ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ ഭാര്യയുടെ സൗന്ദര്യത്തെപ്പറ്റി കേൾക്കുകയും അവരെ കടന്നു പിടിക്കാൻ വേണ്ടി കൊട്ടാരത്തിലേക്ക് കൊണ്ടുവരാൻ ആവശ്യപ്പെടുകയും ചെയ്തു. ഇബ്രാഹിം നബി അലൈഹി സ്വലാമും പത്നിയും കൊട്ടാരത്തിലെത്തിയപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ മാറ്റി നിർത്തി രാജാവിൻ്റെ അടുക്കിലേക്ക് സാറയെ അലൈഹിസ്സലാം പ്രവേശിപ്പിക്കുകയുണ്ടായി. അങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഫറോവയുടെ പിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി സാറയോട് പറഞ്ഞു, ഭൂമിയിൽ ഞാനും നീയും മാത്രമാണ് വിശ്വാസികളായി ജീവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നീയും ഞാനും ആരാണെന്ന് ചോദിച്ചാൽ സഹോദരന്മാരാണെന്ന് അവനോട് മറുപടി പറയുക എന്ന് പറയുകയുണ്ടായി. ഇബ്രാഹിം നബി സ്വലാം പറഞ്ഞത് മനസ്സിൽ ആ ഉദ്ദേശം വെച്ചുകൊണ്ട് ഭൂമിയിലുള്ള മനുഷ്യന്മാരായ ഭൂമിയിലുള്ള വിശ്വാസികളെന്ന നിലയിൽ നമ്മൾ സഹോദരന്മാരാണല്ലോ, ആ അർത്ഥം വെച്ചുകൊണ്ട് നീ സംസാരിക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ പറയാനുള്ള കാരണം മറ്റൊരാളുടെ ഭാര്യയാണ് ഈ സുന്ദരിയായ സ്ത്രീ എന്ന് കേൾക്കുന്നത് ഫറോവയെ സംബന്ധിച്ചിടത്തോളം ഉൾക്കൊള്ളാൻ പറ്റാത്തതാണ്. നേരെ മറിച്ച് സഹോദരിയാണ് എന്ന് കേൾക്കുമ്പോൾ അത്ര പ്രയാസമുണ്ടായിരിക്കുകയില്ല എന്നതുകൊണ്ടാണ് അങ്ങനെ പറയാൻ വേണ്ടി ഇബ്രാഹിം നബി ഇസ്ലാം നിർദ്ദേശിച്ചത് എന്നാണ്. ഏതായിരുന്നാലും ഫറോവയുടെ മുന്നിൽ അതുകൊണ്ടൊന്നും രക്ഷപ്പെട്ടില്ല. മറിച്ച് ഫറോവ കടന്നു പിടിക്കാൻ ശ്രമിച്ചു. ആ സമയത്ത് അയാളുടെ കൈകൾ തളർന്നുപോയി. 3 പ്രാവശ്യം അങ്ങനെ ആവർത്തിച്ചപ്പോഴും അവനെ സമീപിക്കാൻ പറ്റിയില്ല. 3 പ്രാവശ്യം അവൻ വിഫല ശ്രമങ്ങൾ നടത്തി. അവൻ തളരാൻ തുടങ്ങിയപ്പോൾ അവൻ വിളിച്ചു പറഞ്ഞു. പക്ഷേ 3 പ്രാവശ്യം അവൻ ആ രൂപത്തിൽ അവരിലേക്ക് കൈ ഉയർത്താൻ നോക്കി. പക്ഷേ അവന് തൊടാൻ സാധിച്ചില്ല. അവൻ്റെ കൈകൾ തളർന്നു പോവുകയാണ് ചെയ്തത്. ആ സമയത്ത് ഫറോവ പറയുകയുണ്ടായി, നീ നിൻ്റെ നാഥനോട് പ്രാർത്ഥിക്കുക, ഞാൻ നിന്നെ വെറുതെ വിടാം, എന്നെ ഉപദ്രവിക്കരുത് എന്ന് ഫറോവ അവരോട് യാചിക്കുകയാണ്. അതോടെ സാറയും ഇബ്രാഹിമും അലൈഹിമുസ്സലാം അവൻ്റെ ഉപദ്രവത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. ഫറോവ തൻ്റെ സിൽബന്തികളോട് ചോദിച്ചത്, നിങ്ങൾ ഒരു പിശാചിനെയാണോ എൻ്റെ മുന്നിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്, മനുഷ്യരെയല്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർക്കൊരു സമ്മാനം നൽകാൻ വേണ്ടി ഫറോവയുടെ കൊട്ടാരത്തിലുണ്ടായിരുന്ന പരിചാരകരിൽപ്പെട്ട ഹാജറിനെ സാറയ്ക്ക് സമ്മാനമായി നൽകുകയുണ്ടായി. അങ്ങനെയാണ് അറബികളുടെ പിതാവ് ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിൻ്റെ ഉമ്മയായി ഹാജർ അലൈഹിസ്സലാം ഇവരുടെ കുടുംബത്തിലേക്ക് കടന്നു വരുന്നത്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ പത്നി ഹാജർ ഉമ്മു ഇസ്മായിൽ എത്യോപ്യയിൽ നിന്ന് പിടിക്കപ്പെട്ട അടിമയാണ് എന്നൊക്കെ പല ആളുകളും കള്ളക്കഥകളിൽ പറയാറുണ്ട്. അങ്ങനെയല്ല, അവർ യഥാർത്ഥത്തിൽ ഈജിപ്തിൽ തന്നെ ഉണ്ടായിരുന്ന സ്ത്രീകളിൽപ്പെട്ടവരായിരുന്നു എന്നതാണ് ശരിയായ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്. ചുരുക്കത്തിൽ ആ വാക്ക് പോലും ഒരു കളവായി പറഞ്ഞതായി ഞാൻ ഭയപ്പെടുന്നു. നിങ്ങൾ മൂസാ നബി അലൈഹി ഇസ്ലാമിനെ സമീപിക്കുക എന്ന് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പറയുകയും ആളുകൾ കൂട്ടത്തോടെ മൂസാ നബി അലൈഹി ഇസ്ലാമിനെ സമീപിക്കുകയും ചെയ്യും. മൂസാ നബി അലൈഹി ഇസ്ലാമും ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പറഞ്ഞതുപോലെ, അതിനു മുമ്പ് ആദം നബി അലൈഹി ഇസ്ലാമും അതേപോലെ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയും പറഞ്ഞതുപോലെ ഞങ്ങൾക്ക് ഇന്ന് സംസാരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറും. അവസാനം അവർ ഈസാ നബി അലൈഹി ഇസ്ലാമിനെ സമീപിക്കും. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയും അതേപോലെ എൻ്റെ രക്ഷിതാവിന്ന് കോപിച്ചിട്ടുണ്ട്, എനിക്ക് സംസാരിക്കാൻ സാധ്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു മാറുകയും ഇദ്ഹബു ഇലാ ഗൈരി ഇദ്ഹബു ഇലാ മുഹമ്മദ്, നിങ്ങൾ അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സമീപിച്ചുകൊണ്ട് നിങ്ങളുടെ പ്രയാസങ്ങൾ അവതരിപ്പിക്കുക എന്ന് പറയുമ്പോൾ ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വരികയും അവരുടെ പ്രയാസങ്ങൾ പറയുകയും ചെയ്യും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് അനലഹ, ഞാൻ ആ കാര്യം ഏറ്റെടുത്തിരിക്കുന്നു എന്ന് പറയുകയും അള്ളാഹുവിൻ്റെ സമക്ഷത്തിലെത്തി അവൻ്റെ അർശിന് മുന്നിൽ സുജൂദിൽ വീഴുകയും ചെയ്യും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ് ഫഅഖഉ സാജിദൻ ലി റബ്ബി അസ്സ വജല്ല ثم يفتح الله علي ويلهمني من محامده وحسن الثناء عليه ما لم يفتح على أحد قبلي. ആ സമയത്ത് അള്ളാഹു എനിക്ക് പ്രത്യേകമായ ചില വചനങ്ങളും പ്രാർത്ഥനകളും അള്ളാഹുവിനെ പ്രകീർത്തിക്കാനുള്ള ദിക്റുകളും പഠിപ്പിച്ചു തരും. അതുപയോഗിച്ചുകൊണ്ട് അള്ളാഹു ഉദ്ദേശിക്കുന്ന ദീർഘമായ ഒരു കാലഘട്ടം ഞാൻ അവിടെ സുജൂദിൽ കിടന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അതിൻ്റെ അവസാനത്തിൽ ഫയുഖാലു യാ മുഹമ്മദ് ഇർഫഅ റഅസക സൽ തുഅത ഇശ്ഫഅ തുശഫ, നീ തല ഉയർത്തുക, നിങ്ങൾ ചോദിച്ചത് നൽകാം, നിങ്ങളുടെ ശഫായത്ത് സ്വീകരിക്കാം എന്ന് അള്ളാഹു പറയും. ഫഅഖൂലു യാ റബ്ബി ഉമ്മത്തി ഉമ്മത്തി. അതിനുശേഷം ശഫായത്തിൻ്റെ ഹദീസ് ബാക്കി
പണ്ഡിതന്മാർ വിശദീകരിച്ചിരിക്കുകയാണ്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഫാഅത്ത് അല്ലാഹു സ്വീകരിക്കുകയും മനുഷ്യന്മാരെ നരകത്തിലുള്ളവരെ നരകത്തിലേക്കും സ്വർഗത്തിലുള്ളവരെ സ്വർഗത്തിലേക്കും വിചാരണയ്ക്ക് ശേഷം പ്രവേശിപ്പിക്കാനുള്ള ശഫാഅത്ത് അല്ലാഹു സ്വീകരിക്കുകയാണ്. ദീർഘമായ ഈ ഹദീസിൻ്റെ അവസാനത്തിൽ ശഫാഅത്തിൻ്റെ ബാക്കി രൂപങ്ങൾ കൂടി വിശദീകരിച്ചത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഒന്നാമത്തെ ശഫാഅത്തിൻ്റെ ഇനമെന്ന് പറയുന്നത് മഹ്ശറയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു നൽകുന്ന ശഫാഅത്തുൽ ഉദമയാണ്. രണ്ടാമത്തേത് വിചാരണയ്ക്ക് ശേഷം ആളുകളെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുവാനുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഫാഅത്ത് അല്ലാഹു സ്വീകരിക്കുന്നതാണ്. മഹ്ശറ വൻസഭയിലുള്ള ഹിസാബിനും മീസാനിനും ഒക്കെ ശേഷം നരകത്തിലുള്ള ആളുകളെ നരകത്തിലേക്ക് എറിയപ്പെടും. എന്നാൽ സ്വർഗത്തിലുള്ള ആളുകളെ അതിനു മുമ്പിൽ തടയപ്പെട്ടിരിക്കുകയാണ്. സ്വർഗത്തിലുള്ളവരെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യാൻ. അതാണ് രണ്ടാമത്തെ ഇനം എന്ന് പറയുന്നത്. മൂന്നാമത്തെ ശഫാഅത്തിൻ്റെ രൂപം എന്ന് പറയുന്നത് ഷഫാഅത്തി ലി അഹ്ലിൽ കബായിരി മിൻ ഉമ്മത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, എൻ്റെ ഉമ്മത്തിലെ ദോഷികളും പാപികളുമായ ആളുകൾക്ക് എൻ്റെ ശഫാഅത്ത് ഉണ്ടായിരിക്കും, അവർ വിശ്വാസത്തോടുകൂടി മരണപ്പെട്ടവരാണെങ്കിൽ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നതാണ്. ദീർഘമായി ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഷഫാഅത്തിൻ്റെ ഹദീസിൻ്റെ അവസാന ഭാഗത്ത് അത് നമുക്ക് കാണാൻ പറ്റും. സാബിത്തുൽ ബുനാനിയും സംഘവും അനസ് റളിയല്ലാഹു അൻഹുവിനെ സമീപിച്ചുകൊണ്ട് ഞങ്ങൾക്കൊരു വിജ്ഞാനം പഠിപ്പിച്ചു തരണം എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഷഫാഅത്തിൻ്റെ ഹദീസിനെ സംബന്ധിച്ച് ചോദിക്കുകയുണ്ടായി. അനസ് റളിയല്ലാഹു അൻഹു അവർക്ക് വിശദീകരിച്ചു കൊടുത്തു. അവർ ഹദീസ് പഠിച്ചതിന് ശേഷം തിരിച്ചു വരുന്ന വഴിയിൽ അവിടെ തന്നെ ഉണ്ടായിരുന്ന താബീങ്ങളുടെ നേതാവായിരുന്ന ഹസനുൽ ബസറി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ വീട്ടിൽ അദ്ദേഹത്തെ സന്ദർശിക്കുകയുണ്ടായി. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്? അവർ പറയുകയുണ്ടായി, ഞങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അനുയായി അനസ് റളിയല്ലാഹു അൻഹുവിനെ സന്ദർശിച്ചു വരികയാണ്. അപ്പോൾ ഹസൻ ബസരി ചോദിക്കുകയുണ്ടായി, എന്താണ് നിങ്ങൾക്ക് അദ്ദേഹം പറഞ്ഞു തന്നത്? അപ്പോൾ അവർ അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് കേട്ട ശഫാഅത്തിൻ്റെ ഹദീസ് അങ്ങനെ തന്നെ കേൾപ്പിക്കുകയുണ്ടായി. അത് കേട്ടുകൊണ്ട് ഹസൻ ബസരി പറയുകയുണ്ടായി, ഞാൻ 20 വർഷം മുമ്പ് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഈ ഹദീസ് മുഴുവനായി കേട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് അദ്ദേഹം പൂർണ്ണമായി ഇപ്പോൾ പഠിപ്പിച്ചു തന്നിട്ടില്ല. അതിന് കാരണം ഒരു പക്ഷേ നിങ്ങളതിൻ്റെ അവസാന ഭാഗം കേട്ടാൽ അമലുകൾ ചെയ്യാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഫാഅത്തിൽ പ്രതീക്ഷിച്ചുകൊണ്ട് മടിയന്മാരായി മാറുമെന്ന് പേടിച്ചത് കൊണ്ടായിരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ആ ഹദീസ് പൂർണ്ണമായി അവരെ കേൾപ്പിക്കുകയുണ്ടായി. അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് അദ്ദേഹം പഠിച്ച ഹദീസ് പരിപൂർണമായി അവരെ കേൾപ്പിക്കുകയുണ്ടായി. നേരത്തെ പറഞ്ഞ കാര്യങ്ങൾക്ക് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശുപാർശ സ്വീകരിച്ചുകൊണ്ട് അള്ളാഹു മഹ്ശറ വൻസഭയിലേക്ക് വരും. മലായിക്കത്തുകൾ കൂട്ടം കൂട്ടമായി അണിയണിയായി എത്തിച്ചേരും. അവരുടെ കൂട്ടത്തിൽ അള്ളാഹുവിനെ പ്രകീർത്തിക്കുന്ന പ്രത്യേകമായ കറൂബികളായ മലായിക്കത്തുകളുണ്ടാവും. അവിടെ വെച്ചുകൊണ്ട് നടക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ആ ഹദീസിൽ വിശദമായി പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അവിടെ വെച്ച് അള്ളാഹു മഹ്ശറയിലുള്ള ആളുകളോട് പറയും, ഇന്നി അൻസത്തുലക്കും മുൻദു ഖലഖ്തുക്കും ഇലാ യൗമിക്കും ഹാദാ, ഞാൻ നിങ്ങളെ പടച്ചതു മുതൽ ഇന്നുവരെ നിങ്ങളെ കേൾക്കാൻ വേണ്ടി നിൽക്കുകയായിരുന്നു. അസ്മഉ അഖ്വാലക്കും വറാ അഅമാലക്കും, നിങ്ങളുടെ പ്രവൃത്തി ഞാൻ കാണുകയും കേൾക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഫൻസിതൂലി, ഇന്ന് നിങ്ങൾക്ക് സംസാരിക്കുവാനും പറയുവാനും അവകാശമില്ല, ഞാനാണ് ചോദിക്കുകയും പറയുകയും ചെയ്യുന്നത്, നിങ്ങളത് കേൾക്കുക. ഫഇന്നമാ ഹിയ അഅമാലുക്കും വസുഹഫുക്കും തുഖറഉ അലൈക്കും, നിങ്ങളുടെ കർമ്മങ്ങളുടെ ഏടുകളും പുസ്തകങ്ങളും ഇതാ നിങ്ങൾക്ക് വായിച്ചു കേൾപ്പിക്കപ്പെടാൻ പോവുകയാണ്. ഫമൻ വജദ ഖൈറൻ ഫൽയഹ്മദില്ലാ, ആ ഏടുകളിൽ സൽക്കർമ്മങ്ങൾ കാണുന്നവർ അള്ളാഹുവിനെ സ്തുതിക്കട്ടെ. വമൻ വജദ ഗൈറ ദാലിക ഫലാ യലൂമന്ന ഇല്ലാ നഫ്സഹു, അതിൽ തിന്മ രേഖപ്പെടുത്തിയതായി കണ്ടവർ അവരെ തന്നെ ആക്ഷേപിച്ചാൽ മതി എന്ന് അള്ളാഹു പറയുകയും വിചാരണ ആരംഭിക്കുകയും ചെയ്യുമെന്നാണ്. അങ്ങനെ സ്വർഗത്തിലെ ആളുകളെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടത്തുന്ന രണ്ടാമത്തെ ശഫാഅത്ത് പറഞ്ഞു. പിന്നീട് ബാക്കിയുള്ള ശഫാഅത്തിൻ്റെ രൂപങ്ങൾ അനസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ഉദ്ധരിക്കുകയാണ്. അതിൻ്റെ അവസാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഫാഅത്ത് ഉമ്മത്തിന് മുഴുവൻ ലഭിക്കുന്ന കാര്യം പറയുകയാണ്. മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ഖാലിസൻ മിൻ ഖൽബിഹി ദഖലൽ ജന്ന, ആത്മാർത്ഥമായി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉച്ചരിച്ചവർക്കെല്ലാം സ്വർഗത്തിൽ പോകാൻ പറ്റുമെന്ന സന്തോഷ വാർത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നതാണ് അതിൻ്റെ അവസാനത്തിലുള്ളത്. ഇതാണ് മൂന്നാമത്തെ ശഫാഅത്ത് അല്ലെങ്കിൽ അവസാനത്തെ ശഫാഅത്തിൻ്റെ രൂപമായി പറഞ്ഞിട്ടുള്ളത്. പിന്നീടുള്ള ശഫാഅത്തുകൾ മൂന്നാമത്തേതും നാലാമത്തേതും എന്ന് പറയാവുന്നത് നന്മയും തിന്മയും തുല്യമായ ആളുകളെ അവരെ അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഫാഅത്ത് സ്വീകരിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കും. മൂന്നാമത്തേത് നരകം വിധിക്കപ്പെട്ട ആളുകൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഫാഅത്ത് സ്വീകരിച്ചുകൊണ്ട് അവരെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കും. നാലാമത്തേത് സ്വർഗത്തിൽ പ്രവേശിച്ച ആളുകൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഫാഅത്ത് അള്ളാഹു സ്വീകരിച്ചുകൊണ്ട് അവരുടെ പദവികൾ ഉയർത്തി നൽകും. അഞ്ചാമത്തേത്
വിചാരണയോ ഹിസാബോ അദാബോ ഇല്ലാതെ ഒരു കൂട്ടം ആളുകളെ അള്ളാഹു സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിപ്പിക്കും. വെക്കാശാർദി അള്ളാഹു ഒരു ഹദീസിൽ പറഞ്ഞതുപോലെ. ആറാമത്തേത്, നരകത്തിലുള്ള ചില ആളുകൾക്ക് ശിക്ഷ ഇളവ് കൊടുത്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഫാഅത്ത് സ്വീകരിക്കുന്നത്. അത് ഒരു വ്യക്തിക്ക് മാത്രമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതൃവ്യനായ അബൂ താലിബിൻ്റെ കാര്യത്തിൽ മാത്രമാണ് ആ ശഫാഅത്ത് സ്വീകരിക്കപ്പെടുക. അയാൾക്ക് നരകത്തിലുള്ള ശിക്ഷ എന്ന് പറയുന്നത് തീ കൊണ്ടുള്ള 2 ചെരുപ്പുകളാണ്. അത് ധരിക്കുന്നതോടുകൂടി അയാളുടെ തലച്ചോറ് തിളച്ചു മറിയാൻ തുടങ്ങുമെന്നാണ് ഹദീസിൽ വന്നിട്ടുള്ളത്. 7ാമത്തെ ശഫാഅത്ത് എന്ന് പറയുന്നത് മുഴുവൻ വിശ്വാസികളെയും സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കുവാനുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഫാഅത്താണ്. 8ാമത്തേതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ള ശഫാഅത്തിൻ്റെ ഇനങ്ങളിൽ അവസാനത്തേതുമായത് വൻഭാവികളായി നരകം വിധിക്കപ്പെട്ട ആളുകൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടത്തുന്ന ശഫാഅത്താണ്. ഹദീസുകൾ അത് വന്നിട്ടുണ്ട്. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ള ശഫാഅത്തിൻ്റെ ഇനങ്ങൾ എന്ന് പറയുന്നത്. പിന്നീട് ഹദീസിൽ വന്നിട്ടുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷം മുഴുവൻ അമ്പിയാക്കൾക്കും ശഫാഅത്തുണ്ട്. അതേപോലെ മലായിക്കത്തുകൾക്ക് ശഫാഅത്തുണ്ട്, സത്യവിശ്വാസികൾക്ക് ശഫാഅത്തുണ്ട്, വിശുദ്ധ ഖുർആനിന് ശഫാഅത്തുണ്ട്, നോമ്പിന് ശഫാഅത്തുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. മൻദല്ലദി യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി എന്ന് പറഞ്ഞ ആയത്തിലും അതേപോലെ വലാ യശ്ഫഊന ഇല്ലാ ലിമൻ ഇർതള, അള്ളാഹു ഉദ്ദേശിക്കപ്പെടുന്നവർക്കല്ല, അള്ളാഹു ഇഷ്ടപ്പെടുന്നവർക്കല്ലാതെ അവർ ശുപാർശ ചെയ്യുകയില്ല എന്ന് പറഞ്ഞിടത്തൊക്കെ മലായിക്കത്തുകളുടെ ശഫാഅത്തുണ്ട്. വകം മിൻ മലക്കിൻ ഫിസ് സമാവാതി ലാ തുഗ്നി ശഫാഅത്തുഹും ഷൈഅൻ ഇല്ലാ മിൻ ബഅദി അൻ യഅ്ദനല്ലാഹു ലിമൻ യശാഉ വയർദ. എത്രയെത്ര മലായിക്കത്തുകൾ ആകാശത്തുണ്ട്, അവരുടെ ശഫാഅത്ത് പ്രയോജനം ചെയ്യുകയില്ല അള്ളാഹു ഉദ്ദേശിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യാതെ എന്ന് പറഞ്ഞെടുത്ത് മലായിക്കത്തുകളുടെ ശഫാഅത്ത് പറയുന്നുണ്ട്. അൽ ഖുർആനു വസ്സിയാമു യശ്ഫആനി ലിൽ അബ്ദി യൗമൽ ഖിയാമ, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നവർക്ക് വേണ്ടി ഖുർആൻ ഖിയാമത്ത് നാളിൽ സാക്ഷി പറയുമെന്നാണ്, ശഫാഅത്ത് ചെയ്യും. അതേപോലെ തന്നെ നോമ്പും, ധാരാളമായി നോമ്പ് പിടിക്കുന്ന ആളുകൾക്ക് അവരെ നരകത്തിയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ നോമ്പ് ശഫാഅത്ത് ചെയ്യുമെന്ന് ഹദീസുകളിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ശുഹദാക്കൾക്ക് ശഫാഅത്തുണ്ട്. അവരുടെ കുടുംബത്തിലെ ശിർക്ക് ചെയ്യാത്ത 10 പേർക്ക് ശഫാഅത്ത് നൽകപ്പെടും എന്ന് ഹദീസുകളിൽ കാണാൻ പറ്റും. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശഫാഅത്ത് ലഭിക്കാനുള്ള കാരണമായി പറഞ്ഞത് മൻ സബറ അലാ ലഅവാഇൽ മദീന, മദീനയിൽ താമസിക്കുന്ന ആളുകൾക്ക് ലോകം മുഴുവൻ ഇസ്ലാമിന് കീഴ്പ്പെടുകയും അവിടങ്ങളിലൊക്കെയുള്ള സുഖസൗകര്യങ്ങൾ തേടിക്കൊണ്ട് മദീനയിലുള്ള ആളുകൾ യാത്ര പോവുകയും ചെയ്യുമ്പോൾ അങ്ങനെ പോകാതെ മദീനയിൽ തന്നെ പ്രയാസത്തോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പള്ളിക്ക് സമീപം താമസിച്ച് അവിടെ കഴിഞ്ഞുകൂടുന്ന ആളുകൾക്ക് ഖിയാമത്ത് നാളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശഫാഅത്ത് ചെയ്യും. അവിടെയുള്ള പ്രയാസവും ദുരിതവും പകർച്ചപ്പനിയുമൊക്കെ സഹിച്ചുകൊണ്ട് കഴിഞ്ഞുകൂടുന്ന ആളുകൾക്ക് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സന്തോഷ വാർത്ത അറിയിച്ചിരിക്കുകയാണ്. അതേപോലെ ശഫാഅത്ത് ലഭിക്കാനുള്ള കാരണങ്ങളായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ് ബാങ്ക് കേൾക്കുമ്പോൾ ഇദാ സമയത്തുൽ മുഅദ്ദിന യുഅദ്ദിൻ ഫഖൂലു മിസ്ല മാ യഖൂൽ, മുഅദ്ദിൻ ബാങ്ക് വിളിക്കുന്നത് കേട്ടാൽ അയാളുടെ വാക്കുകൾ നിങ്ങളും ആവർത്തിച്ച് ചൊല്ലുക. അവസാനം നിങ്ങൾ അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവത്തി താമ വസ്സലാത്തിൽ ഖായിമ ആതി മുഹമ്മദൻ അൽ വസീലത വൽ ഫദീല വദ്ദറജത്തി റഫീഅ വബഅത്ഹു മഖാമൻ മഹ്മൂദൻ അല്ലദീ വഅദ്തഹു എന്നാരെങ്കിലും പ്രാർത്ഥിച്ചാൽ ഹല്ലത്ത് ലഹു ഷഫാഅത്തി, അവർക്ക് എൻ്റെ ഷഫാഅത്ത് ഉണ്ടാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുകയാണ്. അതേപോലെ തന്നെ സത്യവിശ്വാസിയായി മരണപ്പെടുന്ന ഒരാൾക്ക് വേണ്ടി ശിർക്ക് ചെയ്യാത്ത 40 ആളുകളോ 4 വരി മുഅ്മിനീങ്ങളോ പ്രാർത്ഥിച്ചാൽ അവരുടെ ഷഫാഅത്ത് അള്ളാഹു സ്വീകരിക്കുമെന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്, നമുക്ക് കാണാൻ പറ്റും. അതേപോലെ ഷഫാഅത്ത് ലഭിക്കാനുള്ള മറ്റൊരു കാരണമായി പറഞ്ഞത് ധാരാളമായി സുന്നത്ത് നിസ്കാരങ്ങൾ വർദ്ധിപ്പിക്കാനാണ്. റബീഅത്ത് ബിൻ കഅബ് റളിയല്ലാഹു റബീഅ അൽ അസ്ലമിയുടെ ഹദീസിൽ നമുക്കത് കാണാൻ പറ്റും. അതേപോലെ മറ്റു പല സഹാബിമാരോടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് സ്വർഗ്ഗത്തിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന പദവിയിലേക്ക് ഉയർത്തി നൽകാൻ ഞാൻ ശഫാഅത്ത് ചെയ്യാം, അതിന് നിങ്ങൾ എന്നെ സഹായിക്കണം. ഫൈനി അലാ ദാലിക ബികസറത്തി സുജൂദ്, ധാരാളമായി സുജൂദ് വർദ്ധിപ്പിച്ചുകൊണ്ട് നിങ്ങൾ എന്നെ സഹായിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് ശഫാഅത്തുമായി ബന്ധപ്പെട്ട് ഹദീസുകൾ വന്നിട്ടുള്ളത്. ഇതിനപ്പുറത്തേക്ക് ഷഫാഅത്തിനെ സംബന്ധിച്ച് മനസ്സിലാക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നേരിട്ട് ഷഫാഅത്ത് ചോദിക്കുകയും ചെയ്യുന്നത് ഇസ്ലാം ദീൻ വിലക്കിയതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നേരിട്ട് പ്രാർത്ഥിക്കുക, അതല്ലെങ്കിൽ അള്ളാഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹക്ക് ജാഹ് ബർക്കത്തൊക്കെ മുൻനിർത്തി ഞങ്ങൾ ഷഫാഅത്ത് ചോദിക്കുന്നു എന്ന് പറയുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കാത്തതാണ്. അവയിൽ പലപ്പോഴും പലതും ഷിർക്കിലേക്ക് എത്തിക്കുന്നതുമുണ്ട്. അത് കരുതലോടെ നമ്മൾ വിട്ടുനിൽക്കുകയും ചെയ്യേണ്ടതാണ്. അള്ളാഹുവിനോടാണ് മുഴുവൻ ഷഫാഅത്തുകളും ചോദിക്കേണ്ടത്.
നമ്മളിവിടെ വിശദീകരിക്കേണ്ടായത് ഷഫായത്തിനെ സംബന്ധിച്ച് അഹ്ലുസുന്നയുടെ ഗ്രന്ഥങ്ങളിൽ വന്നിട്ടുള്ള ഹദീസിൻ്റെ അടിസ്ഥാനത്തിലുള്ള വിശദീകരണമാണ്. ഷഫായത്ത് ഒരാൾക്കും അള്ളാഹു വിട്ടുകൊടുത്തിട്ടില്ല. അള്ളാഹു ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അള്ളാഹുവിൻ്റെ അനുമതിക്ക് ശേഷം അള്ളാഹു ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് മാത്രം ഷഫായത്ത് ചെയ്യാം. കുല്ലില്ലാഹി ഷഫായത്ത് ജമിയ. അതുകൊണ്ട് തന്നെ ഷഫായത്ത് മുഴുവൻ അള്ളാഹുവിൻ്റേതാണ്. അള്ളാഹു ഇഷ്ടപ്പെടാത്ത ഒരാൾക്കും ഒരു അമ്പിയാക്കൾക്കും അള്ളാഹു ഇഷ്ടപ്പെടാത്ത ഒരാൾക്കും ഒരു നബിക്കും ഷഫായത്ത് ചെയ്യാൻ സാധ്യമല്ല, ഒരു വലിയനും ഷഫായത്ത് ചെയ്യാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് മുഴുവൻ ഷഫായത്തും അള്ളാഹുവിൻ്റേതാണ് എന്ന് പ്രത്യേകം പറയുകയുണ്ടായത്. പിന്നെ എന്തിനാ ഷഫായത്ത്? അത് അവരുടെ സ്ഥാനം മഹ്ശറയിൽ വെച്ച് കാണിക്കാൻ വേണ്ടിയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷഫായത്ത് കിട്ടുന്നവരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഷഫായത്ത് തടയപ്പെടുന്ന ശിർക്കും കുഫറും ചെയ്ത് മരണപ്പെടുന്നവരിൽ നിന്ന് അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.